ഈ കുട്ടികളെ കൊണ്ട് ചെടി നടിപ്പിക്കുന്ന ആളെ കണ്ടോ? അതാണ് ജിജോ ജോൺ. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സോഷ്യൽ ഓൺട്രപ്രനറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അദ്ദേഹം ഈ ചെറിയ സ്പേസിലെ കൃഷിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം തന്നെ ഒരു ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് ഈ ഒരു ടവർ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, നമുക്ക് തന്നെയൊക്കെ ഈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷേ ഏറ്റവും ചിലവ് കുറച്ച് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇതിന് തുനിഞ്ഞിറങ്ങി ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് അദ്ദേഹം കുറേയധികം സ്കൂളുകളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം കൂടിയെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റിൽ നിന്ന് ഈ വളം ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള കാര്യമാണെന്നും ആ വളം കൃഷിയിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കൃഷിക്ക് ഉപകാരപ്പെടുത്തണമെന്നും കരുതിയിട്ട് അഗ്രിപോയിൻറ്റുമായിട്ട് ചേർന്ന് അദ്ദേഹം ഇനി പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിലെ ഫോക്കസ് ചെയ്ത കുട്ടികളെ ഈ ഒരു കൃഷി രീതി പഠിപ്പിച്ച് വളരെ ഉല്ലാസകരമായിട്ട് കൃഷി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയ തരത്തിലെ കൃഷികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, ചെറിയ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ടവർ ഫാമിംഗ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ നാട്ടിലെ ചേർത്തല ഹോളി ഫാമിലി സ്കൂളിൽ നല്ല പാഠം എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കി ഒരു ടവർ ഫാമിംഗ് സിസ്റ്റം തയ്യാറാക്കി കൊടുത്തു. ഏകദേശം 20ഓളം ടവറുകളാണ് നമ്മൾ സ്കൂളിൽ അതുമായിട്ടനുബന്ധിച്ച് വെച്ചത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും നമ്മളുടെ കമ്പോസ്റ്റാണ്. അതായത് നമ്മളെ പാഴായി പോകുന്ന ഈ ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റ് ചെയ്ത വളമാണ് നമ്മൾ ഈ ടവറിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് ശരിക്കും നമ്മൾ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. നിരവധി സ്കൂളുകളിലേക്കാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എൻക്വയറികളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അഗ്രി പോയിൻറ്റും അദ്ദേഹത്തിൻ്റെ വില്ലേജ് റൂട്ട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ പേര്. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നിരവധി സ്ഥലങ്ങളിലേക്കായിട്ട് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു തികച്ചും വ്യത്യസ്തമായൊരു കൃഷി രീതിയാണ്. തികച്ചും നല്ല രീതിയിൽ എല്ലാ സ്കൂളുകളിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ്. രാജഗിരി കോളേജിലടക്കം, രാജഗിരി സ്കൂളിലടക്കം ഈ ടവർ ഫാമിംഗ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ.